നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറെ രസകരമായിട്ടുള്ള ഒരു ടർക്കിഷ് ചലച്ചിത്രത്തിന്റെ കഥയാണ്. ആസ്ക് ബൂമു എന്നാണ് അതിന്റെ ടർക്കിഷ് പേരെങ്കിലും ഇംഗ്ലീഷിൽ ഈസ് ദിസ് ലവ് എന്ന പേരിലായിരുന്നു ചലച്ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. സാഹചര്യങ്ങൾ കൊണ്ട് കള്ളനാവേണ്ടി വന്ന ഒരു പയ്യൻ ഒരു ഘട്ടത്തിൽ അവന്റെ ജീവിതത്തിൽ വെച്ച് അവനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. അവർ തമ്മിലുള്ള പ്രണയവും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതുമാണ് ഈ സിനിമയുടെ കഥ. ചുരുക്കി പറഞ്ഞാൽ, വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് 3 യുവാക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മാറ്റ് എന്നും ഷാൻ എന്നും സാം എന്നുമാണ് അവരുടെ പേരുകൾ. ഒറ്റ നോട്ടത്തിൽ അത്രമേൽ യോഗ്യരായിട്ടുള്ള 3 പേർ എന്ന് തോന്നുമെങ്കിലും മൂവരും അക്ഷരാർത്ഥത്തിൽ കള്ളന്മാരാണ്. പക്ഷെ മറ്റു കള്ളന്മാരെ പോലല്ല, അവരുടെ മോഡസ് ഓപ്പറാണ്ടിക്കൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായും ഇപ്പോൾ അവർ കാർ മോഷണത്തിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ആദ്യം മോഷ്ടിക്കേണ്ട കാർ ടാർഗറ്റ് ചെയ്ത് കണ്ടെത്തും. ശേഷം വിദഗ്ധമായി ഒരു കാരണമുണ്ടാക്കി ആ കാറിന്റെ താക്കോലിന്റെ ഒരു കോപ്പി എടുക്കാൻ പാകത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. പിന്നെ എളുപ്പമാണല്ലോ, കൃത്യമായ ഒരു തക്കം നോക്കി വന്ന് കോപ്പി ഉണ്ടാക്കിയ താക്കോൽ ഉപയോഗിച്ച് കാറും മോഷ്ടിച്ച് കടന്നു കളയും. അന്നും വ്യത്യസ്തമായിരുന്നില്ല. എയർപോർട്ടിന് മുമ്പിൽ നിന്നിരുന്ന അവർ ഒരു കാറ് വരുന്ന കാണുന്നു. ലക്ഷറി കാറാണ്. ഉടൻ തന്നെ സാം തന്റെ പണി തുടങ്ങി. കാറിടിച്ച് വീഴുന്ന പോലെ ആക്സിഡന്റ് അഭിനയിക്കുവാണ്. കാറിൽ നിന്ന് ഇറങ്ങി വന്നതൊരു സ്ത്രീയായിരുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് മാറ്റും ഷാനും കൂടി രംഗപ്രവേശം ചെയ്തു. ആളുകൂടി ബഹളമായതോടെ ഇതിനിടയിൽ ആരും കാണാതെ മാറ്റ് കാർ കീ മോഷ്ടിച്ചെടുത്ത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഓക്കെ ആയതും ഷാൻ സാമിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാം എന്ന് കാറിൽ നിന്ന് ഇറങ്ങി വന്ന സ്ത്രീയോടും പറഞ്ഞു. എന്തായാലും അത്രയും ദൗത്യം വളരെ മികച്ച രീതിയിൽ നടന്നു. ഇതേ സമയം അതേ എയർപോർട്ടിലേക്ക് മറ്റൊരു പെൺകുട്ടി വന്നെത്തുകയായിരുന്നു. നമുക്കവളെ ജെനി എന്ന് വിളിക്കാം. തന്റെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ജെനി തന്റെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷമൊക്കെ അവളിൽ കാണാമായിരുന്നു. അവളെ പിക്ക് ചെയ്യാൻ വരുന്ന വ്യക്തിക്കായി അവൾ കാത്തുനിന്നു. വൈകാതെ അവളുടെ കസിൻ ഫൈജൻ അവളെ പിക്ക് ചെയ്യാൻ എത്തുന്നു. ഫൈജനെ കണ്ടതും ജെനി ഓടിച്ചെന്നവളെ കെട്ടിപ്പിടിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അവർ തമ്മിൽ കാണുന്നത്. പോകുന്ന വഴിയിൽ ഫൈജനും ജെനിയും കാറിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം ഫൈജൻ പറഞ്ഞു, ഫാമിലി മുഴുവൻ ഒരു വെക്കേഷന് പോയേക്ക. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ നിന്നെ പിക്ക് ചെയ്യാൻ എത്താതിരുന്നേ. അത് കേട്ട് ജെനിക്ക് അല്പം വിഷമം തോന്നാതിരുന്നില്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞ് താൻ എത്തിയിട്ടും അതൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കാതെ അവർ പോയി കളഞ്ഞല്ലോ എന്ന പരിഭവമായിരുന്നു അവൾക്ക്. പോരാത്തതിന് അവളുടെ ബർത്ത്ഡേയുമാണ്. പക്ഷേ ജെനിക്കറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ജെനിയുടെ പാരന്റ്സ് അവളുടെ വീട്ടിൽ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കസിനാണെങ്കിൽ ഒന്നും വിട്ടുപറഞ്ഞതുമില്ല. അങ്ങനെ ജെനി തന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ബാക്ക് യാർഡിലേക്ക് കടന്നതും അവിടെയതാ ബന്ധുക്കൾ മുഴുവൻ കൂടി നിൽക്കുന്നു. അവർ ആർപ്പ് വിളികളോടെ ജെനിയെ വരവേറ്റു. ജെനിക്കും അത് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു. ജെനിയുടെ അച്ഛൻ ഫ്രെഡ് അവളെ കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്തു. അവളുടെ അമ്മയും മുത്തച്ഛയും സഹോദരനും ഒക്കെ ഏറെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ പാർട്ടി കാര്യങ്ങളൊക്കെ അരങ്ങേറുകയാണ്. ഒടുവിലായി ജെനിക്ക് താങ്ക്സ് ഗിവിംഗ് നടത്തണമായിരുന്നു. സംസാരിക്കാൻ അവൾ ക്ഷണിക്കപ്പെട്ടു. പക്ഷേ സംസാരിക്കാൻ നിന്ന ജെനിക്ക് പെട്ടെന്നൊന്നും പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ചായി വലിയ ക്ഷീണവും മറ്റും അവൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതേ ക്ഷീണം പെട്ടെന്ന് അവൾക്ക് അനുഭവപ്പെടുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പേ അവളുടെ വാക്കുകൾ കേൾക്കാൻ കാത്തുനിന്നവരെ ആശങ്കയിലാക്കി ജെനി മറിഞ്ഞു വീഴുകയാണ്. കാര്യങ്ങൾ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് മാറുന്നു. ഉടനടി ജെനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം മറുവശത്താകട്ടെ 3 കള്ളന്മാരും തങ്ങളുടെ ദൗത്യം പൂർണ്ണമാക്കിയിരുന്നു. വിദഗ്ധമായി അന്നവർ 3 കാറുകൾ മോഷ്ടിച്ചെടുത്തു. മൂവരും സന്തോഷത്തിലുമായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി അവർ കൊടുക്കാൻ പോകുന്നത് മാസ്റ്റർ അലി എന്ന വ്യക്തിയുടെ അടുത്താണ്. മാസ്റ്റർ അലിയായിരുന്നു പണ്ട് തെരുവിൽ നിന്നും അവരെ കണ്ടെടുത്ത് വളർത്തിയതും അവരെ മോഷണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ചതുമൊക്കെ. അവർ മാസ്റ്റർ അലിയുടെ മുമ്പിലെത്തി കാർ കീകൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഒപ്പം ഇത്രനാളും തങ്ങളെ വളർത്തിയതിന് മാസ്റ്റർ അലിയോട് നന്ദി പറഞ്ഞ അവർ ഇനി തങ്ങളെ മോചിപ്പിക്കണമെന്നും തങ്ങളുടെ ഫാമിലിയെ പറ്റിയൊക്കെ പറഞ്ഞു തരണമെന്നും മാസ്റ്റർ അലിയോട് ആവശ്യപ്പെടുന്നു. സ്വതന്ത്രമായി കുടുംബത്തിനൊപ്പം ജീവിക്കാൻ അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു. മാസ്റ്റർ അലിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വലിയ മോഷണങ്ങൾ നടത്തി പ്രതിഫലം കൊണ്ടുകൊടുത്താൽ അവരെ മോചിപ്പിക്കാമെന്നും അവരുടെ ഫാമിലിയെ പറ്റി പറയാമെന്നുമായിരുന്നു മാസ്റ്റർ അലി അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും. അന്നും പതിവ് പോലെ അതൊക്കെ സമർപ്പിച്ച ശേഷം അവർ മാസ്റ്റർ അലിയോട് തങ്ങളുടെ ഫാമിലിയെ പറ്റി ചോദിക്കുവാണ്. മാസ്റ്റർ
മാസ്റ്റർ അലി എഴുന്നേറ്റ് ഒന്ന് നടന്നു. ശേഷം പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്തതൊക്കെ വലിയ ജോലികൾ തന്നെ, പക്ഷേ എന്നെ തൃപ്തിപ്പെടുത്താൻ ഇതൊന്നും മതിയാവില്ല. അത് കേട്ട് മാറ്റും സാമുമൊക്കെ അല്പം ദുഃഖിതരായിരുന്നു. തങ്ങളുടെ കുടുംബത്തെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം അപേക്ഷയെന്ന പോലെ അവർ വീണ്ടും മാസ്റ്റർ അലിക്ക് മുമ്പിലേക്ക് വെക്കുവാണ്. പക്ഷേ മാസ്റ്റർ അലി അപ്പോഴും ഒന്നും വിട്ടുപറയുന്നില്ല. അവരോട് പറഞ്ഞത് തന്നെ മറ്റൊരു കാര്യമായിരുന്നു. എന്റെ ആളായ ഫത്ത് നിങ്ങൾക്കൊരു അഡ്രസ് അയക്കും. അവിടുള്ളവർ വിദേശത്തെവിടെയോ ടൂർ പോവാൻ പ്ലാൻ ചെയ്തിരിക്കുവാണ്. നിങ്ങൾ അവിടെ കടന്ന് വിലപിടിപ്പുള്ളതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവരണം. അതിനുശേഷം ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ പറയാം. മറുവശത്ത് ജെനിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. പരിശോധനകൾക്കൊടുവിൽ ഞെട്ടിക്കുന്ന ആ സത്യം വെളിപ്പെടുകയാണ്. ജെനിക്ക് കരൾ രോഗമാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് രോഗം എത്തിയിരിക്കുന്നു. എത്രയും വേഗം ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തിയില്ലെങ്കിൽ ജെനി മരണപ്പെട്ടേക്കാം. മിസ്റ്റർ ഫ്രെഡിനും കുടുംബത്തിനും അത് വലിയ ഷോക്കിംഗ് ആയിരുന്നു. ജെനിയുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. കൊച്ചു പ്രായത്തിൽ തനിക്കിത്തരത്തിലൊരു ദുരന്തം വരികയാണല്ലോ എന്നോർത്തവൾ ഏറെ ദുഃഖിതയായി. താൻ മരണപ്പെടുമോ എന്നുപോലും ഭയപ്പെട്ടു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ജെനിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റിന് വീട്ടുകാരുടെയോ അടുത്ത ബന്ധുക്കളുടെയോ ലിവർ മാച്ചാകൊന്നും ഉണ്ടായിരുന്നില്ല. അത് ജെനിയെ കൂടുതൽ തളർത്തിയിരുന്നു. മിസ്റ്റർ ഫ്രെഡാകട്ടെ എങ്ങനെയും തന്റെ മകളെ രക്ഷിക്കണം എന്നോർത്ത് പത്രങ്ങളിലടക്കം ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വലിയ പരസ്യം ചെയ്തു. ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് വലിയൊരു തുക നൽകാനുള്ള ഓഫറും വെച്ചു. തന്റെ അവസ്ഥയോർത്ത് പൊട്ടിക്കരഞ്ഞ ജെനിയെ അവളുടെ അമ്മ വന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മറുവശത്ത് കള്ളന്മാരായ 3 കൂട്ടുകാരാകട്ടെ അടുത്ത ദിവസത്തെ മോഷണത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഫാമിലിയുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞാലും നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ മോഷണവുമായൊക്കെ തന്നെ മുമ്പോട്ട് പോകാം എന്ന് സാം പറയുമ്പോൾ മാറ്റ് അതിനെ എതിർക്കുന്നുണ്ട്. മാറ്റിന് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. പുതിയൊരു ജീവിതം തുടങ്ങണം എന്നായിരുന്നു അവൻ പറഞ്ഞത്. മോഷണവും ഒന്നുമില്ലാത്ത നല്ലൊരു ജീവിതം. ജെനിയുടെ വീട്ടഡ്രസ് ആയിരുന്നു മോഷണത്തിനായി അവർക്ക് ലഭിച്ചത് തന്നെ. കൃത്യമായി പറഞ്ഞാൽ അടുത്തൊരു ദിവസം ജെനിയും കുടുംബവും വിദേശത്ത് ടൂർ പോവാൻ ഇരുന്നതാണ്. അതിനുവേണ്ട കാര്യങ്ങളും അവർ പൂർത്തിയാക്കിയിരുന്നു. ആ വിവരമായിരുന്നു മാസ്റ്റർ അലിക്കും അതുവഴി കള്ളന്മാർക്കും വന്നു ചേർന്നത്. പക്ഷേ ജെനിയുടെ രോഗാവസ്ഥ കാരണം വിദേശത്ത് പോകണോ വേണ്ടയോ എന്നൊരു ചിന്ത അവർക്കിടയിൽ വന്നിരുന്നു. എന്നിരുന്നാലും ഏവരും ഇപ്പോൾ ദുഃഖിതരായതുകൊണ്ടും ജെനിയുടെ മൂഡ് മാറ്റാനും ഒരു യാത്ര നല്ലതായിരിക്കും എന്ന് തീരുമാനിച്ച് അവരാ ചെറിയ ടൂറുമായി മുമ്പോട്ട് പോകാം എന്നുറപ്പിക്കുന്നു. അങ്ങനെ ആ ദിവസമെത്തി. ജെനിയും കുടുംബവും ടൂറിനായി പുറപ്പെടുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാറ്റും കൂട്ടുകാരും എത്തിച്ചേർന്നിരുന്നു. കാർ അവരുടെ വീടിന് മുമ്പിൽ നിന്ന് പോയതും മാറ്റും കൂട്ടുകാരും വീടിനകത്തേക്ക് കടന്നു കയറുകയാണ്. അവിടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ തിരയാനും മറ്റും അവർ ആരംഭിക്കുന്നു. ഇതേ സമയം എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ജെനി പെട്ടെന്ന് ഒരു കാര്യം ഓർക്കുകയാണ്. ധരിക്കാൻ വെച്ചിരുന്ന നെക്ലസ് അവർ ധരിച്ചിട്ടില്ല. അവൾക്കേറെ പ്രിയപ്പെട്ട പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വന്ന ഒരു നെക്ലസ് ആണത്. അതെടുക്കാൻ തിരികെ പോകാം എന്നവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇതൊന്നും അറിയാതെ കള്ളന്മാരാകട്ടെ വീട്ടിൽ മോഷണം തുടരുകയായിരുന്നു. ജെനിയുടെ നെക്ലസ് സാമിന്റെ കയ്യിൽ കിട്ടി. അവനത് പോക്കറ്റിലാക്കുകയും ചെയ്തു. അപ്പോഴായിരുന്നു തിരഞ്ഞുകൊണ്ടിരുന്ന മാറ്റ് ജെനിയുടെ ഫോട്ടോ കാണുന്നത്. അതിൽ നിന്ന് കണ്ണെടുക്കാൻ അവന് സാധിച്ചില്ല. അത്രമേൽ ഭംഗിയുണ്ടായിരുന്നു അവളെ കാണുവാൻ. പിന്നാലെയായിരുന്നു ജെനി വീട്ടിലേക്ക് വന്നു കയറുന്നത്. തങ്ങളുടെ വീടിനകത്ത് അതിക്രമിച്ച് കയറിയവരെ കണ്ടതും ജെനി ഒരു നിമിഷം ഷോക്കായി നിന്നു. പാനിക്കായി അവൾ നിങ്ങളൊക്കെ ആരാണ് എന്ന് അവരോട് ചോദിച്ചു. പിന്നാലെ അകത്തേക്ക് മിസ്റ്റർ ഫ്രെഡും കുടുംബവും കൂടി കടന്നു വരികയാണ്. എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം കള്ളന്മാർ സ്റ്റെക്കായി നിന്നെങ്കിലും പെട്ടെന്നവർ പഠിച്ചു വെച്ച പോലെ ഇൻഷുറൻസിൽ നിന്നാണ് എന്ന് പറയാൻ തുടങ്ങിയതും ജെന്നിയുടെ അച്ഛൻ ഫ്രെഡ് നിങ്ങൾ പത്രവാർത്ത കണ്ട് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിക്കുവാണ്. കിട്ടിയ പിടിവള്ളിയാണല്ലോ, അവരത് വിട്ടുകളയുമോ? ആ അതെ, ഞങ്ങൾ ഡോണേഴ്സ് ആണ് എന്നവരങ്ങ് പറയുവാണ്. പിന്നെ വൈകിയില്ല. അവരെയും കൊണ്ട് മിസ്റ്റർ ഫ്രെഡ് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നു. അവർ മൂവരുടെയും ബ്ലഡ് എടുത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ 25 കോടിയുടെ അടുത്ത തുക അവർക്ക് കൊടുക്കാമെന്ന് ഓഫറും പറയുന്നുണ്ട്. അതോടെയായിരുന്നു കള്ളന്മാർ അതിന് സമ്മതിക്കുന്നതും. ടെസ്റ്റിൽ ബ്ലഡ് മാച്ചായത് സാമിന്റേതും മാറ്റിന്റേതുമായിരുന്നു. പക്ഷേ സാം കള്ളു കുടിച്ച് അവന്റെ ലിവർ വീക്കായതുകൊണ്ട് മാറ്റിന് നറുക്കു വീഴുകയാണ്. ഓഫർ ചെയ്തതിന്റെ പകുതി തുക അപ്പോൾ തന്നെ മിസ്റ്റർ ഫ്രെഡ് മാറ്റിന് കൈമാറുന്നു. ജെനിക്കും കുടുംബത്തിനും പ്രതീക്ഷ കൈവരികയാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ ട്രാൻസ്പ്ലാന്റ് നടത്തണമെന്നും അതുകൊണ്ട് മാറ്റിനോട് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാനും ഡോക്ടർ നിർദ്ദേശിക്കുന്നു. പണം വിഡ്രോ ചെയ്ത് അവർ തങ്ങളുടെ താമസ സ്ഥലത്തേക്ക്
വീട്ടിലേക്ക് എത്തുകയാണ്. സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പണം മുഴുവൻ മാസ്റ്റർ അലിക്ക് കൊടുക്കേണ്ട കാര്യമില്ലെന്നും ആദ്യം പകുതി പണം കൊടുത്ത ശേഷം ബാക്കി ഫേക്ക് കറൻസി കൂടി മിക്സ് ചെയ്ത് മാസ്റ്റർ അലിക്ക് കൊടുത്ത് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് മനസ്സിലാക്കാമെന്നും ശേഷം മാസ്റ്റർ അലിയെ വിട്ടുപോരുകയാണല്ലോ, ബാക്കി പണം കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാമെന്നുമുള്ള ഐഡിയ മാറ്റ് മുമ്പോട്ട് വെക്കുന്നു. മറ്റുള്ളവർക്കും അത് ശരിയായി തോന്നി. അതോടെ അവർ അതിനുവേണ്ട പദ്ധതികൾ നീക്കാൻ ആരംഭിച്ചു. ആദ്യം മാസ്റ്റർ അലിയെ കണ്ട് കിട്ടിയ പണത്തിന്റെ പകുതി ഒറിജിനൽ കറൻസി മാസ്റ്റർ അലിക്ക് അവർ കൊടുക്കുകയാണ്. ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ ബാക്കി പണം കിട്ടുമെന്നും അതും മാസ്റ്റർ അലിക്ക് തരാം. തങ്ങളുടെ സ്വാതന്ത്ര്യവും തങ്ങളുടെ കുടുംബത്തെ പറ്റിയുള്ള വിവരവും മാസ്റ്റർ അലി ആ സമയം തങ്ങൾക്ക് അനുവദിക്കണം എന്നും അവർ ആവശ്യപ്പെടുന്നു. അത്രയും വലിയ തുക കിട്ടുമെന്ന് കേട്ടതും മാസ്റ്റർ അലിക്ക് അത് ഓക്കെ ആയിരുന്നു. അയാൾ അതിന് സമ്മതിക്കുകയും ചെയ്യുവാണ്. പക്ഷേ കിട്ടുന്ന പണത്തിൽ എന്തെങ്കിലും കുറവ് വരികയോ പ്രശ്നമുണ്ടാവുകയോ ചെയ്താൽ തന്റെ സ്വഭാവം മാറുമെന്നും മാസ്റ്റർ അലി ആ സമയം ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വൈകാതെ മാറ്റിന് ജിന്നിയുടെ വീട്ടിലേക്ക് ക്ഷണം ലഭിക്കുന്നു. ട്രാൻസ്പ്ലാന്റിന് മുമ്പ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യണമല്ലോ, മാറ്റ് തങ്ങളുടെ കൂടെ താമസിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ ഫ്രെഡായിരുന്നു മാറ്റിനെ ക്ഷണിക്കുന്നത്. മാറ്റ് അങ്ങനെ ജെന്നിയുടെ വീട്ടിലേക്ക് വന്നെത്തുന്നു. ശക്തമായ ഡയറ്റൊക്കെ ഫോളോ ചെയ്യാനും ആരംഭിക്കുന്നു. പക്ഷേ വെജിറ്റബിൾസ് മാത്രം കഴിച്ച് മാറ്റിന് പറ്റുന്നില്ല. രാത്രിയായപ്പോൾ അവന് വല്ലാതെ വിശക്കുവാണ്. ഒളിച്ചൊളിച്ച് അവൻ കിച്ചണിലേക്ക് പോകുന്നു. കിച്ചണിൽ എത്തുമ്പോഴോ അവിടെ ഒച്ചയും അനക്കവുമുണ്ട്. അത് ജെനിയായിരുന്നു. ഡേറ്റിലുള്ള ജെനിയും മറഞ്ഞിരുന്ന് വിശന്നപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുകയായിരുന്നു. ഇരുവരും പരസ്പരം കണ്ടു. കാര്യങ്ങൾ രണ്ടാൾക്കും മനസ്സിലായതും അത് അവർക്കിടയിൽ ഒരു ചിരിമുഹൂർത്തം സൃഷ്ടിക്കുന്നു. ഒന്നിച്ച് കഴിച്ച ശേഷം അവരിരുവരും അന്ന് പുറത്തിറങ്ങിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. മാറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ജെനി ചോദിച്ചു. താനൊരു ഓണ്ടർപ്രണർ ആണ് എന്നായിരുന്നു കിട്ടിയ കള്ളം മാറ്റ് അപ്പോൾ പറഞ്ഞത്. ജെനി അതിൽ ഇംപ്രസ്ഡ് ആയി. സംസാരിച്ചിരിക്കെ ജെനി മാൽനക്ഷത്രത്തെ നോക്കിയിരിക്കാൻ തുടങ്ങി. നീ എന്താ ആഗ്രഹിച്ചത് എന്ന് മാറ്റ് ചോദിക്കുവാണ്. എന്റെ ആരോഗ്യം പഴയ പോലെ ആവണമെന്നും എന്റെ ഒരു നെക്ലസ് നഷ്ടപ്പെട്ടു, അത് തിരിച്ചു കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നേ. ആ നെക്ലസ് എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വന്ന ഞങ്ങളുടെ ഭാഗ്യ ചിഹ്നമാ അത് എന്നുകൂടി അവൾ കൂട്ടിച്ചേർക്കുന്നു. അത് കേട്ടതും സാം മോഷ്ടിച്ച നെക്ലസിന്റെ കാര്യം മാറ്റ് ഓർക്കുകയാണ്. അതവൾക്ക് തിരികെ കൊണ്ടുപോയി കൊടുക്കണം എന്ന ആ നിമിഷം മാറ്റ് ചിന്തിക്കുന്നു. അവൻ അവളോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. അവരന്ന് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ ഫ്രെഡിയും കുടുംബവും റെഗുലർ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു. മാറ്റ് വീട്ടിൽ തനിച്ചായതിനാൽ സ്വന്തം വീട് പോലെ എൻജോയ് ചെയ്തിരുന്നോളൂ എന്ന് പറഞ്ഞവർ അവിടെ നിന്ന് പോകുന്നു. മാറ്റ് അതേ നിമിഷം തന്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തി. ചിക്കനും മദ്യവും ഒക്കെയായിട്ടായിരുന്നു അവരുടെ വരവ്. അവർ അവിടെ ആഘോഷിക്കാൻ ആരംഭിച്ചു. മാറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടും മാറ്റിനെയും അവർ നിർബന്ധിച്ച് മദ്യപിപ്പിച്ചു. ഫ്രെഡും കുടുംബവും തിരികെ വന്നപ്പോൾ കണ്ടത് വീട് മുഴുവൻ മദ്യവും ഒക്കെയായി കിടക്കുന്നതും ബോധമില്ലാതെ കിടക്കുന്ന മാറ്റിനെയും കൂട്ടുകാരെയുമായിരുന്നു. അവർക്ക് വലിയ ദേഷ്യം വരിക തന്നെ ചെയ്തു. ബോധം തെളിഞ്ഞതും സോറി പറഞ്ഞു മാറ്റിന്റെ കൂട്ടുകാർ അവിടെ നിന്ന് പോയി. പക്ഷേ മാറ്റിന് ഫ്രെഡിന്റെ അടുക്കൽ നിന്നും ജെനിയുടെ അമ്മയുടെ പക്കൽ നിന്നും വലിയ ശകാരം ഏറ്റുവാങ്ങേണ്ടി വന്നു. മാറ്റിന് മേലുള്ള വിശ്വാസമാണ് മാറ്റ് നശിപ്പിച്ചത്. ഡോക്ടർ സ്ട്രിക്റ്റ് ഡയറ്റ് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇങ്ങനാണോ ചെയ്യുന്നേ എന്നൊക്കെ അവർ ദുഃഖത്തോടെ ചോദിക്കുകയും ചെയ്തു. ജെനിയും നടന്ന കാര്യത്തിൽ ദുഃഖിതയായിരുന്നു. അന്ന് രാത്രിയിൽ ജെനി തന്റെ റൂമിലിരുന്ന് കരയുന്നത് മാറ്റ് കേൾക്കുകയാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മാറ്റ് ജെനിയുടെ റൂമിലേക്ക് ചെന്നു. രാവിലെ നടന്ന കാര്യങ്ങൾക്ക് അവളോട് ക്ഷമ ചോദിച്ചു. അവളുടെ കണ്ണുകൾ തുടച്ചു. താൻ കൃത്യമായി ഡയറ്റ് ഫോളോ ചെയ്യുമെന്നും സർജറി സക്സസ് ആകും എന്നും അവൻ അവൾക്ക് ഉറപ്പ് കൊടുത്തു. പിന്നീടായിരുന്നു അവളുടെ മുഖത്ത് ചെറിയൊരു ചിരിയെങ്കിലും വന്നത്. അവൻ അവളോട് ആ നിമിഷം നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് തിരക്കി. ഉണ്ടെന്ന് അവൾ പറഞ്ഞതും അവൻ അവൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ജെനിയുടെ വാതിലിൽ മുട്ടുകേട്ടത്. അത് അവളുടെ മുത്തശ്ശിയായിരുന്നു. ഉടനടി മാറ്റ് അവിടെ മറഞ്ഞിരുന്നു. ശേഷം മാറ്റ് ജെനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തു. അവരൊന്നിച്ച് വീടിന് മുകളിൽ കയറിയിരുന്ന് സംസാരിക്കാനും തുടങ്ങി. ജെനിയും മാറ്റും തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചുവെക്കുവാൻ ജെനിക്കടുത്ത് മാറ്റിന് പല കള്ളവും പറയേണ്ടി വരികയാണ്. അതവനെ കൂടുതൽ അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെങ്കിലും സത്യം പുറത്തു വരുമെന്നുള്ളതും അതറിഞ്ഞാൽ ജെനി തന്നെ വെറുക്കുമല്ലോ എന്നുള്ള ഭയവും അവന്റെ ഉള്ളിൽ നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു. എന്നിരുന്നാലും എങ്ങനെയും ജെനിയുടെ പ്രീതി പിടിച്ചു പറ്റണം എന്നവനുണ്ടായിരുന്നു. മോഷ്ടിക്കപ്പെട്ട നെക്ലസ് അവൾക്ക് തിരിച്ചു കൊണ്ടുകൊടുക്കാനായിരുന്നു മാറ്റ് തീരുമാനിച്ചത്. ആ ഒരു സമയത്തായിരുന്നു മാസ്റ്റർ അലി അവരെ വിളിപ്പിക്കുന്നത്. അത്രയായിട്ടും ബാക്കി പണമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, വേറെ ജോലിയും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു മാസ്റ്റർ അലി അവരെ വിളിപ്പിക്കുന്നത്. ജെന്നിയുടെ ഫാമിലിയുടെ അടുത്തു നിന്ന് പണം കിട്ടാൻ കുറച്ചുകൂടി ടൈം എടുക്കുമെന്നും അതുവരെ വേറെ പണിക്കൊന്നും പോവണ്ടല്ലോ എന്നും സാം പറഞ്ഞതും ദേഷ്യം വന്ന മാസ്റ്റർ അലി അവന്റെ മുഖത്ത്
മുഖത്തടിച്ചു. അതോടെ അല്പം ഭയം വന്ന സാം ഉടനടി മോഷ്ടിച്ച ജെനിയുടെ നെക്ലസ് മാസ്റ്റർ അലിക്ക് വെച്ചു നീട്ടുകയാണ്. അത് കണ്ട് മാറ്റ് അസ്വസ്ഥനായി. മാറ്റ് മുമ്പ് സാമിനടുക്കൽ ആ നെക്ലസിനെ പറ്റി ചോദിച്ചിരുന്നു. അത് സുരക്ഷിതമായി താൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു അവനപ്പോൾ പറഞ്ഞത്. ആ നെക്ലസ് ആണിപ്പോൾ അവൻ മാസ്റ്റർ അലിക്ക് കൊടുക്കുന്നത്. മാസ്റ്റർ അലി യാഥാർത്ഥ്യത്തിൽ ചെറിയൊരു ഗ്യാങ്സ്റ്റർ നേതാവ് കൂടിയാണ്. അതുകൊണ്ടായിരുന്നു അവർ അത്രമേൽ ഭയന്നിരുന്നതും. അന്ന് തിരികെ പോകുമ്പോൾ മാറ്റ് സാമിനെ എതിരിടുന്നു. ജെനിയുടെ നെക്ലസിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു അത്. അവർക്കിടയിൽ അത് വാക്കുതർക്കത്തിലേക്ക് നീളുകയാണ്. ജെനിയെ പ്രേമിച്ച് അവളുമായി ഒന്നിച്ച് റിച്ച് ഫാമിലിയിൽ ജീവിക്കാൻ അവന്റെ ഉദ്ദേശമെന്നും നമ്മുടെ മിഷനും ഉദ്ദേശവും ഒക്കെ അവൻ മറന്നേക്കുവാണ് എന്ന് സാം മാറ്റിനോട് ദേഷ്യപ്പെട്ടു പറയുവാണ്. മാറ്റിനും അത് സഹിക്കുമായിരുന്നില്ല. ഇതോടെയൊക്കെ അവസാനിക്കുകയാണെന്നും പണം കിട്ടി എന്റെ ഷെയർ കയ്യിൽ കിട്ടിയാൽ ഈ കൂട്ടുകെട്ട് അതോടെ പിരിയുകയാണെന്നും എന്റെ ഫാമിലിയെ നോക്കി എന്റെ കാര്യം നോക്കി ഞാൻ പോകുമെന്നും മാറ്റ് ആ നിമിഷം പ്രഖ്യാപിക്കുന്നു. അന്ന് തിരികെ ജെനിയുടെ വീട്ടിലെത്തിയിട്ടും മാറ്റിന് സമാധാനം ഉണ്ടായിരുന്നില്ല. എല്ലാം ഉള്ളിൽ കിടന്ന് വിങ്ങുന്ന പോലെ ജെനിയോടെങ്കിലും എല്ലാ സത്യങ്ങളും തുറന്നു പറയണം എന്ന് മാറ്റിന് തോന്നുവാണ്. ജെനിയോട് സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അവൾ തന്നെ വെറുക്കും. പക്ഷേ കുഴപ്പമില്ല, സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അവളൊക്കെയും അറിയേണ്ടത് തന്നെയാണ്. എന്താണെങ്കിലും താൻ അവളെ വിട്ട് പോകേണ്ട വരും. സത്യം പറഞ്ഞിട്ട് പോകുന്നതാവുമല്ലോ നല്ലത്. ആലോചിച്ചുറപ്പിച്ച് മാറ്റ് ജെനിയുടെ മുറിയിലെത്തി. തനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് അവളോട് പറഞ്ഞു. ഒരു നിമിഷത്തെ മടിക്ക് ശേഷമാണെങ്കിലും സത്യങ്ങൾ ഓരോന്നായി മാറ്റ് അവളോട് വെളിപ്പെടുത്താൻ ആരംഭിച്ചു. തങ്ങൾ മോഷ്ടിക്കാൻ കയറിയതു മുതൽ താൻ ആരാണെന്നും എന്താണെന്നുമുള്ള സത്യങ്ങൾ. മാറ്റിന്റെ ഹൃദയമെടുപ്പ് വലിയ തോതിൽ കൂടിയിരുന്നു. ജെനി നെട്ടലോടെയായിരുന്നു മാറ്റ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടത്. തന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കില്ലേ എന്നുവരെ അവൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. തീർച്ചയായും എന്താണെങ്കിലും താൻ അവൾക്ക് ലിവർ പകുത്തു നൽകും എന്ന് മാറ്റ് പറഞ്ഞു. എല്ലാ കാലത്തേക്കും എല്ലാം മറച്ചുവെക്കുന്നതിലും നല്ലത് സത്യങ്ങൾ തുറന്നു പറയുന്നതാണ് എന്ന് തോന്നിയതുകൊണ്ട് താൻ ഇതൊക്കെ ഇപ്പോൾ വന്ന് പറയുന്നത് എന്ന് മാറ്റ് അവളോട് പറയുകയാണ്. മാറ്റിനെ പ്രണയിച്ചു തുടങ്ങിയിരുന്ന ജെനിക്ക് പെട്ടെന്നുള്ള അവന്റെ ആ തുറന്നു പറച്ചിലൊക്കെ വലിയ ഷോക്കിംഗ് ആയിരുന്നു. അവനോട് അവിടെ നിന്ന് പോകുവാൻ അവൾ ആവശ്യപ്പെടുന്നു. ഒക്കെ ഒന്ന് ശരിയാക്കി ചിന്തിച്ചെടുക്കുവാൻ അവൾക്ക് സമയം വേണമായിരുന്നു. മാറ്റ് ഇനിയും എന്തൊക്കെ മറയ്ക്കുന്നുണ്ടാകും എന്നൊക്കെ അവളുടെ ഉള്ളിൽ തോന്നിക്കൊണ്ടേയിരുന്നു. മാറ്റ് അവിടെ നിന്നും ബൈക്കെടുത്ത് തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു. രാവിലെ നടന്ന വാഗ്വാദങ്ങൾക്ക് അവൻ ക്ഷമ ചോദിക്കുകയും അവരുമായി വീണ്ടും ഒന്നിക്കുകയും ചെയ്യുകയാണ്. തന്റെ കൂട്ടുകാരോടും തന്റെ മനസ്സവൻ തുറക്കുന്നു. ജെനിയുടെ നെക്ലസ് മാസ്റ്റർ അലിയുടെ അടുക്കൽ നിന്ന് വീണ്ടെടുത്ത് അവൾക്ക് തിരികെ കൊടുക്കണമെന്ന് അവൻ തന്റെ കൂട്ടുകാരോട് ആവശ്യപ്പെടുകയാണ്. അതിനെ സഹായിക്കാം എന്നവരും വാക്കു പറയുന്നു. അടുത്ത ദിവസം ജെനി ഉണരുമ്പോൾ അവളുടെ ബെഡിനടുത്ത് അവളുടെ പഴയ നെക്ലസ് ഉണ്ടായിരുന്നു. താൻ എത്രമാത്രം അവളെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യുവാൻ മാറ്റ് ചെയ്ത കാര്യമായിരുന്നു അത്. മാറ്റ് നല്ലൊരു മനുഷ്യനാണ്, സാഹചര്യങ്ങൾ കൊണ്ട് കള്ളനായി പോയതാണ് എന്നുള്ള കാര്യമൊക്കെ ജെനി തിരിച്ചറിയുക കൂടിയാണ്. മാറ്റ് എത്രമാത്രം തന്നെ പ്രണയിക്കുന്നു എന്നും അവൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാളുടെ പഴയകാലം മാത്രമല്ല അയാളെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കേണ്ടത് എന്നും അവൾ മനസ്സിലോർത്തു. അന്ന് ജെനി മാറ്റിനെ കാണാൻ മാറ്റിന്റെ ഇടത്തേക്ക് പോയിരുന്നു. രാത്രിയിൽ അവരൊന്നിച്ച് ഡ്രൈവിനൊക്കെ പോയി മനസ്സ് തുറന്ന് സംസാരിച്ചു. പരസ്പരം എത്രമേൽ പ്രണയിക്കുന്നു എന്നവർക്ക് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അവർക്കിടയിൽ അന്ന് ആദ്യമായി അവരുടെ ആദ്യ ചുംബനവും സംഭവിക്കുകയാണ്. പക്ഷേ അന്നത്തെ ആ ഔട്ടിങ്ങും മറ്റും ജെനിയുടെ ആരോഗ്യം വലിയ തോതിൽ ക്ഷയിപ്പിച്ചിരുന്നു. ജെനി ആശുപത്രിയിൽ അഡ്മിറ്റായി. അതിന്റെ പേരിൽ ഫ്രിഡിൽ നിന്നും മറ്റും മാറ്റിന് വേണ്ട ചീത്തയും കേട്ടു. എന്നിരുന്നാലും ജെനി മാറ്റിനെ ആശ്വസിപ്പിച്ചു. തന്റെ പാരന്റ്സ് അവരെ കുറ്റപ്പെടുത്തുന്നതൊന്നും മനസ്സിലേക്ക് എടുക്കരുത് എന്ന് പറഞ്ഞു. അവനൊപ്പം ചിലവഴിച്ച ആ നിമിഷങ്ങളിലാണ് താൻ അത്രമേൽ സന്തോഷിച്ചതെന്നും പൂർണ്ണമായി ജീവിക്കുന്നു എന്ന തോന്നലുണ്ടായതെന്നും അവൾ ആ നിമിഷം കൂട്ടിച്ചേർക്കുക കൂടിയാണ്. പിന്നാലെ അങ്ങോട്ടേക്ക് ഡോക്ടർ കടന്നുവരുന്നു. ജെനിയുടെ അവസ്ഥ കൂടുതൽ മോശമായിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് നടത്തണമെന്നും ഡോക്ടർ പറയുകയാണ്. വൈകാതെ അടുത്ത ദിവസം പകലിൽ തന്നെ സർജറി നടത്താം എന്ന തീരുമാനവും സംഭവിക്കുന്നു. പിന്നാലെ മിസ്റ്റർ ഫ്രെഡ് ആകട്ടെ ബാക്കി പണം കൊടുക്കാൻ അല്പം മടിയുണ്ടായിരുന്നതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മാറ്റിന് ബാക്കി പണത്തിന്റെ ചെക്ക് എഴുതി നൽകുവാണ്. നാളെ രാവിലെ സർജറിക്ക് വരണമെന്നും മാറ്റിനോട് അയാൾ പ്രത്യേകം എടുത്തു പറയുന്നു. പിറ്റേന്ന് സർജറിയുടെ ദിവസം രാവിലെ തന്നെ മാറ്റ് ബാങ്കിൽ പോയി പണം വിഡ്രോ ചെയ്തു. കൂട്ടുകാരുടെ ഒപ്പം അതുമായി മാസ്റ്റർ അലിയുടെ മുമ്പിലേക്ക് എത്തി. തങ്ങളെ സ്വതന്ത്രരാക്കണമെന്നും തങ്ങളുടെ പാരന്റ്സിനെ പറ്റി പറയണമെന്നും അവർ മിസ്റ്റർ അലിയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ സമയമായിരുന്നു ക്രൂരമായ ഒരു ചിരിയോടെ അവർക്ക് കുടുംബമൊന്നുമില്ല, അവർ അനാഥർ മാത്രമാണ്, അവരുടെ ഫാമിലിയെ കണ്ടെത്തണം എന്ന ആഗ്രഹം മുതലെടുത്ത് അവരെ താൻ ഉപയോഗിക്കുകയായിരുന്നു എന്ന സത്യം മാസ്റ്റർ അലി വെളിപ്പെടുത്തുന്നത് അത് മാറ്റിനെയും മറ്റുള്ളവരെയും വല്ലാതെ ക്ഷോഭിപ്പിച്ചിരുന്നു. മാസ്റ്റർ അലിയെ ആക്രമിക്കാൻ മാറ്റ് മുമ്പോട്ട് ചെന്നെങ്കിലും മാസ്റ്റർ അലിയുടെ
ബോഡി ഗാർഡ്സായ ഗ്യാങ്സ്റ്റേഴ്സ് അവരെ തോക്ക് ചൂണ്ടിയും മറ്റും അവിടെ നിന്ന് തള്ളി മാറ്റി. കൂട്ടുകാർ വന്ന് മാറ്റിനെ തടഞ്ഞു. അത് വിട്ടുകളയെന്ന് പറഞ്ഞ് സാം മാറ്റിനെയും കൂട്ടി അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് മാസ്റ്റർ അലിയുടെ കയ്യാളായ ഒരാൾ അവർ കൊണ്ടുവന്ന പണത്തിൽ കുറേയധികം കള്ളനോട്ടാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. അത് കേട്ടതും മാറ്റൊന്ന് ഞെട്ടിയിരുന്നു. താൻ തന്നത് ഒറിജിനൽ പണമാണെന്നും അതിന്റെ റെസിപ്റ്റാണ് ഇതെന്നും പറഞ്ഞ് മാറ്റ് ബാങ്കിൽ നിന്ന് പണമെടുത്ത റെസിപ്റ്റ് ഉടനടി മാസ്റ്റർ അലിയെ കാണിക്കുകയാണ്. വൈകാതെയായിരുന്നു കാര്യം വ്യക്തമായത്. മാറ്റ് യഥാർത്ഥ പണമാണ് മാസ്റ്റർ അലിക്ക് കൊടുക്കാൻ മുന്നിട്ട് വന്നതെങ്കിലും വരുന്ന വഴിയിൽ വെച്ച് പണം മുഴുവനായും സാമ തന്റെ ആവശ്യത്തിനു വേണ്ടി കള്ളനോട്ട് വെച്ച് മാറ്റുകയായിരുന്നു. മാറ്റ് പണക്കാരന്റെ മോളെ കെട്ടി സുഖമായി ജീവിക്കുമെന്നും ഞങ്ങൾക്കും ഫ്യൂച്ചർ വേണമല്ലോ അതിനാ അത് ചെയ്തത് എന്നൊക്കെ സാം ന്യായം പറയുന്നു. താൻ പൂർണ്ണമായും ചതിക്കപ്പെട്ടു എന്ന് മാറ്റിന് തോന്നുവാണ്. ഇതേ സമയം ആശുപത്രിയിലാകട്ടെ മാറ്റിനെ കാണാതെ ഏവരും ടെൻഷനായി തുടങ്ങിയിരുന്നു. ഓപ്പറേഷൻ സമയം അടുത്തു വരികയാണ്. മാറ്റ് പണവുമായി മുങ്ങിയിരിക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കയും അവിടെ ഉടലെടുക്കാൻ തുടങ്ങി. ജെനിയുടെ അടുത്തേക്കും ആ വിവരങ്ങൾ എത്തി. ജെനിയും തകർന്നു പോവലിന്റെ വക്കിലെത്തിയിരുന്നു. മറുവശത്ത് മാസ്റ്റർ അലി ആകട്ടെ തന്നെ പറ്റിക്കാൻ നോക്കിയ 3 കള്ളന്മാരെയും കണക്കിന് കൈകാര്യം ചെയ്തേക്ക് എന്ന് ഗ്യാങ്സ്റ്റേഴ്സിന് ഉത്തരവ് കൊടുക്കുകയാണ്. അവർ മാറ്റിനെയും സാമിനെയും ഷാനിനെയും തല്ലാൻ ആരംഭിച്ചു. ഷാൻ അതിൽ പ്രതികരിച്ചപ്പോൾ മാസ്റ്റർ അലിയുടെ ഒരു ഗ്യാങ്സ്റ്റർ ഷാനിനെ വെടിവെച്ച് വീഴ്ത്തി. തങ്ങളെയും മാസ്റ്റർ അലി കൊല്ലാനാണ് പോകുന്നത് എന്ന് മാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പക്ഷെ അവർ കഷ്ടപ്പെടുന്നത് കണ്ട് അയാൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മാസ്റ്റർ അലി സാമിന്റെ കയ്യിലേക്കൊരു തോക്ക് കൊടുത്തു. മാറ്റിനെ കൊന്നാൽ നിനക്ക് നിന്റെ സ്വാതന്ത്ര്യം തന്നേക്കാം എന്ന ആ സമയം ക്രൂരനായ അയാൾ അവനോട് പറയുകയാണ്. സാം മാറ്റിന് നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ പൊടുന്നനെ അത് മാസ്റ്റർ അലിക്ക് നേരെ തിരിച്ച് അയാളെ വെടിവെച്ചു കൊന്നു. പിന്നെ നടന്ന ആക്രമണങ്ങളിൽ സാമും വെടിയേറ്റ് വീഴുകയാണ്. മാസ്റ്റർ അലിയുടെ ആളുകളും കൊല്ലപ്പെട്ടിരുന്നു. മാറ്റ് സാമിനടുത്തെത്തി തന്നെ നോക്കണ്ടെന്നും അവനോട് പൊക്കോളാനും സാം ആ സമയം പറഞ്ഞു. ഒടുവിൽ ഏറെ അവശതയിൽ തല്ലി ചതയ്ക്കപ്പെട്ട അവൻ ജെനിയുള്ള ആശുപത്രിയിലേക്ക് വരികയാണ്. അവനെ ആ അവസ്ഥയിൽ കണ്ട് എല്ലാവരും ഞെട്ടിയിരുന്നു. താൻ ട്രാൻസ്പ്ലാന്റിന് തയ്യാറാണ് എന്നവൻ പറയുന്നു. പക്ഷേ ഡോക്ടർ ഈ അവസ്ഥയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മാറ്റിന്റെ ജീവന് തന്നെ അപകടമാണ് എന്ന് പറയുകയാണ്. പക്ഷേ തന്റെ തീരുമാനത്തിൽ അവൻ ഉറച്ചു നിന്നു. വീഡിയോ റെക്കോർഡിംഗ് വരെ അതിനുവേണ്ടി അവൻ സാക്ഷ്യപ്പെടുത്തി കൊടുത്തു. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. താൻ മരണപ്പെട്ടാലും തന്റെ പ്രിയപ്പെട്ട ജെനി ജീവിക്കണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു. അവന്റെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ ഫ്രെഡിനും കുടുംബത്തിനും ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. വൈകാതെ ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ നടക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ജെനി സുഖപ്പെട്ടു വന്നു. എഴുന്നേറ്റയുടൻ അവൾ ചോദിച്ചത് മാറ്റിനെ പറ്റിയായിരുന്നു. മാറ്റിനെ കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ അവരവളെ മാറ്റുള്ള മുറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞ് അവൻ സീരിയസ് അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. മയക്കത്തിലായിരുന്ന മാറ്റിനടുത്ത് അവളെത്തി. അബോധാവസ്ഥയിൽ നിന്നും അവനെ വിളിച്ചു കണ്ണു തുറപ്പിക്കാൻ ശ്രമിച്ചു. താൻ എത്രത്തോളം അവനെ പ്രണയിക്കുന്നുണ്ട് എന്നവൾ തുറന്നു പറഞ്ഞു. അവന്റെ അവസ്ഥ കണ്ട് അവൾ കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവനും ജീവിതത്തിലേക്ക് വരുവാൻ അവൾ അത്രമേൽ ആഗ്രഹിച്ചു. പിന്നെയായിരുന്നു അത് സംഭവിച്ചത്. പെട്ടെന്ന് അവൻ കണ്ണുകൾ തുറന്നു. അവളുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. പ്രണയത്തിൽ ചിലപ്പോഴെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ടല്ലോ. മാറ്റ് അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ മുഖത്തും വലിയൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. അവരൊന്നു ചേരും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്കുടൻ കണ്ടുമുട്ടാം. അതുവരെ ബായ്.